CMRL എക്സാലോജിക് ഇടപാട് കേസ് പിണറായി വിജയനെ ലക്ഷ്യമിട്ടെന്നായിരുന്നു CPM തുടക്കത്തിലെടുത്ത നിലപാട്. പണി അല്പം പാളി എന്ന തിരിച്ചറിവിൽ സാങ്കേതികമായൊക്കെ വിശദീകരിച്ച് നിയമത്തിന്റെ വഴിക്ക് ലൈൻ പിടിച്ചാണ് ED ഉദ്യോഗസ്ഥർക്കെതിരായ ആക്രമണത്തിന് ശേഷം കാര്യങ്ങൾ പോയിരുന്നത്. എന്നാൽ ഇപ്പോഴിതാ പിണറായി വിജയനും മകൾ വീണയ്ക്കും കുരുക്കായി CMRL MD ആയിരുന്ന ശശിധരൻ കർത്ത നൽകിയ മൊഴിയുടെ വിവരങ്ങൾ പുറത്തുവരുന്നു. വീണയ്ക്കും എക്സാലോജിക്കിനും പണം നൽകിയത് പിണറായിയോടുള്ള വ്യക്തിപരമായ ബന്ധത്തിന്റെ പേരിലെന്നാണ് മൊഴിയിൽ കർത്ത പറയുന്നത്. ഇക്കാര്യം അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റിക്ക് നൽകിയ അപേക്ഷയിൽ ED ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. എക്സാലോജിക്കിന് പുറമെ വീണയ്ക്ക് പങ്കാളിത്തമുള്ള ലേക്കർ ഇന്ത്യ കോർപ്പറേഷൻ കമ്പനി കൂടി ഉണ്ടെന്നും മരവിപ്പിച്ചതിൽ സ്ഥാപനത്തിന്റെ 15 ലക്ഷത്തോളം രൂപയും ഉൾപ്പെടുമെന്നും ED വ്യക്തമാക്കുന്നു എന്നാണ് ഈ അപേക്ഷയിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എസ് രാഗിൻ വിശദീകരിക്കും. CMRL എക്സാലോജിക് ഇടപാട് കേസിൽ ഏറെ നിർണായകമായിട്ടുള്ള എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ രേഖകളാണ് മാതൃഭൂമി ന്യൂസ് പുറത്തുവിട്ടത്. അതായത് പിണറായി വിജയനും മകൾ വീണ ടിക്കും എതിരെ ശശിധരൻ കർത്തയുടെ നിർണായകമായിട്ടുള്ള മൊഴിയുണ്ട് എന്നാണ് ED വ്യക്തമാക്കുന്നത്. അതിന്റെ വിശദാംശങ്ങളാണ് അതിൽ ഉള്ളത്. ശശിധരൻ കർത്തയുടെ മൊഴിയായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വ്യക്തമാക്കുന്നത് ഇത്തരത്തിൽ ഒരു തരത്തിലുള്ള സേവനവും ഇല്ലാതെയാണ് വീണയ്ക്കും എക്സാലോജിക്കിനും പണം നൽകിയെന്ന് ശശിധരൻ കർത്ത മൊഴി നൽകിയിട്ടുണ്ട്. കൂടാതെ പിണറായി വിജയനോടുള്ള ഒരു പേഴ്സണൽ റിലേഷൻഷിപ്പിന്റെ പേരിലാണ് ഈ പണം നൽകിയത് എന്ന കാര്യവും ശശിധരൻ കർത്ത പറയുന്നുണ്ട് എന്നതാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വ്യക്തമാക്കുന്നത്. 2024 ശേഖരിച്ച മൊഴിയിൽ ഈ പറയുന്ന കാര്യങ്ങൾ ശശിധരൻ കർത്ത പറയുന്നുണ്ട് എന്ന് ED പറയുന്നു. ഇതോടൊപ്പം തന്നെ ഏതെങ്കിലും തരത്തിലുള്ള സേവനങ്ങൾ നൽകിയതായി വീണയും പറയുന്നില്ല, അല്ലെങ്കിൽ സേവനം നൽകിയിട്ടില്ല എന്ന് വീണയും സമ്മതിക്കുന്നുവെന്ന് ED വ്യക്തമാക്കുകയാണ്. ഏറെ നിർണായകമായിട്ടുള്ള മൊഴിയാണിത്. നേരത്തെ പലവട്ടം വീണയെ ED ചോദ്യം ചെയ്തിരുന്നു. എന്ത് സേവനം എന്ന കാര്യത്തിൽ വീണയ്ക്ക് കൃത്യമായിട്ടുള്ള മറുപടികൾ നൽകാൻ കഴിഞ്ഞിരുന്നില്ല. മാത്രമല്ല താൻ നേരിട്ട് പോയി ചില ഗൈഡൻസ് കൊടുക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. അതുമായി ബന്ധപ്പെട്ട കൂടുതൽ രേഖകളില്ല എന്ന നിലപാടാണ് അവർ എടുത്തത്. ചില രേഖകൾ ഈ പറയുന്നത് പോലെ എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട ഇടത്താണ് ഉണ്ടായിരുന്നത്. പക്ഷേ ആ കമ്പനി ഇപ്പോൾ പ്രവർത്തിക്കുന്നില്ല എന്നും അവർ പറഞ്ഞിരുന്നു. പക്ഷേ ഇതിനൊക്കെ കൃത്യമായിട്ടുള്ള വിശദാംശങ്ങളും വിവരങ്ങളുമാണ് EDക്ക് മുന്നിലേക്ക് ഇപ്പോൾ വന്നിരിക്കുന്നത് എന്നതാണ് ബോധ്യമാകുന്നത്. CMRL എക്സാലോജിക് കേസിന്റെ ലക്ഷ്യം വീണയല്ല താൻ തന്നെ എന്നാവർത്തിച്ച് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. ശശിധരൻ കർത്ത എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് നൽകിയ മൊഴി മാധ്യമ സൃഷ്ടി എന്നാണ് വിശദീകരണം. എന്നാൽ വീണ ഉടമയായ ലേക്കർ ഇന്ത്യ കമ്പനിയെ കുറിച്ചുള്ള ചോദ്യങ്ങളിൽ നിന്ന് അദ്ദേഹം ഒഴിഞ്ഞുമാറി. ആരാ പുറത്തു വിട്ടത്? മാധ്യമങ്ങളിലല്ലേ ശ്രീമതി ടീച്ചർ വാർത്ത വന്നത്? മാധ്യമങ്ങളിൽ വന്നെന്നുള്ളത് കൊണ്ട് മാത്രം അത് ശരിയാവൂ? രേഖയുണ്ടെങ്കിൽ രേഖ കാണിച്ചോട്ടെ. അതൊക്കെ നിങ്ങളുടെ സൃഷ്ടിയല്ലേ എന്ന്. നിങ്ങൾക്ക് എന്തെല്ലാം സൃഷ്ടിക്കാം. നിങ്ങൾ ഏതെല്ലാം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നവരാണ്? എത്ര കാലമായി സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നു? പിണറായി വിജയനുമായുള്ള ബന്ധത്തിന്റെ പുറത്താണ് വീണയുടെ കമ്പനിക്ക് പണം നൽകിയതെന്ന കർത്തായുടെ മൊഴി പുറത്തു വന്നതിന് പിന്നാലെ ആരോപണം കടുപ്പിക്കുകയാണ് മാത്യു കുഴൽനാടൻ. ഇക്കാര്യങ്ങൾ നേരത്തെ ചൂണ്ടിക്കാട്ടിയപ്പോൾ തന്നെ മോശക്കാരനാക്കി. ഇനി CPMന് എന്താണ് പറയാനുള്ളതെന്നാണ് മാത്യുവിന്റെ ചോദ്യം. ആയിരക്കണക്കിന് പേപ്പറുകൾ പരിശോധിച്ച് വ്യക്തമായി കണ്ടെത്തിയ കാര്യങ്ങൾ ജനങ്ങളോട് ഉത്തമ വിശ്വാസത്തോടുകൂടി പറഞ്ഞപ്പോൾ എന്നെ വേട്ടയാടാനും ആക്ഷേപിക്കാനും അധിക്ഷേപിക്കാനും നിന്നവർ, പ്രത്യേകിച്ച് CPM എന്ന പാർട്ടിയും ആ പാർട്ടിയുടെ നേതാക്കന്മാരും ഇന്ന് ഇതിനെക്കുറിച്ച് എന്താണ് അവർക്ക് പറയാനുള്ളത് എന്നാണ് എനിക്ക് തിരിച്ചു ചോദിക്കാനുള്ളത്. ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് നടത്തിയ പരിശോധനയിൽ ഇതേ കാര്യം കണ്ടെത്തി. അതിനുശേഷം EDയുടെ സമാനമായിട്ടുള്ള റിപ്പോർട്ടുകൾ നമ്മൾ കണ്ടു. SFIയുടെ അന്വേഷണത്തിലും സമാനമായ കാര്യങ്ങൾ വരുമ്പോൾ, വിവിധ ഏജൻസികൾ നടത്തുന്ന അന്വേഷണത്തിൽ ഒരേ ഫാക്റ്റ് ഒന്നുപോലെ വരുമ്പോൾ അതാണ് സത്യമെന്ന് നമുക്ക് ഉറപ്പിക്കാം. അതാണ് സത്യം. വലിയ അഴിമതിയാണ് ഇതിനകത്ത് നടന്നിട്ടുള്ളത്. ഇനി വേണ്ടത് ഇതുമായി ബന്ധപ്പെട്ട അഴിമതി പുറത്തു കൊണ്ടുവരിക എന്ന് തന്നെയാണ്. ശശിധരൻ കർത്തയുടെ മൊഴി മാധ്യമ സൃഷ്ടിയാണെന്ന പിണറായി വിജയന്റെ പരാമർശം തള്ളുകയാണ് ഈ കേസിൽ ഒരുപാട് ഇടപെടൽ നടത്തിയിട്ടുള്ള അഡ്വക്കേറ്റ് ഷോൺ ജോർജ്. യഥാർത്ഥ രേഖ കൊടുത്താലും പിണറായി വിജയൻ അത് ഫോട്ടോ സ്റ്റാറ്റ് ആണെന്ന് പറയുമെന്ന് ഷോണിന്റെ പരിഹാസം. മാധ്യമങ്ങൾ വന്ന കാര്യങ്ങൾ ആധികാരികതയില്ലാതെ നിങ്ങൾ കൊടുക്കുമോ? ഇല്ലല്ലോ. അവസാന നിമിഷം വരെയും പിണറായി വിജയനെ എങ്ങനെ സംരക്ഷിക്കാൻ കഴിയുമോ? ഇനി ഇത് ഒറിജിനൽ കൊണ്ട കൊടുത്താൽ പറയും ഇത് സിറോക്സ് ആണ്, ഒറിജിനൽ ഒപ്പിട്ടിട്ടില്ല എന്ന് പറയും. അതൊക്കെ പിണറായി CPM എന്താ പറയാൻ വരത്ത്? പിണറായി വിജയന് ഉളുപ്പുണ്ടോ എങ്കിൽ അദ്ദേഹം MLA സ്ഥാനവും രാജിവെക്കാൻ തയ്യാറാകണം. രാഷ്ട്രീയ ധാർമ്മികത ഒന്നുണ്ട് എന്ന് CPMും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ഇപ്പോഴും കരുതുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തെ പ്രതിപക്ഷ നേതാവ് സ്ഥാനത്ത് നിന്ന് മാറ്റാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും CPMും തയ്യാറാകണമെന്നും ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുന്നു.
ഇതിനിടെ വീണയുടെ വീട്ടിൽ നിന്ന് ഐഫോൺ കൂടാതെ ഒരു ചുവന്ന കവറുള്ള ഡയറി കൂടി കിട്ടിയതായി ഇഡി പറയുന്നുണ്ട്. കേസുമായി ബന്ധമുണ്ടെന്ന് കരുതുന്ന ഒരു A4 പേപ്പർ പിടിച്ചെടുത്തു. സാമ്പത്തിക ഇടപാടുകളുടെ പരിശോധനയ്ക്ക് ഈ ഡയറി നിർണായകമെന്നാണ് ഇഡി പറയുന്നത്, അല്ലെങ്കിൽ ഇഡി നൽകുന്ന സൂചനകൾ.